അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായാലും സ്ട്രേഞ്ചേഴ്സിനോട് ഒരു അകലം പാലിക്കാനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. പിന്നെ അത്യാവശ്യമായിട്ട് എന്തായാലും എല്ലാ കുട്ടികളും നമ്മൾ താമസിക്കുന്ന ഉറപ്പായിട്ടും നമ്മളുടെ ഒരു സ്ഥലം, പിന്നെ അച്ഛന്റെ അമ്മയുടെയും ഫോൺ നമ്പർ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെക്കണം. പിന്നെ വീട്ടിൽ കുട്ടി തനിച്ചാണെങ്കിൽ ലാൻഡ് നമ്പറിലെങ്ങാനും കോള് വരുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് അധികം നമ്മൾ എടുക്കാതിരിക്കുക. കാരണം ചിലപ്പം സ്ട്രേഞ്ചേഴ്സിന്റെ കോള് വരുമ്പം അവിടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്നൊക്കെ ഉള്ളൊരു കോള് വന്നാൽ അതിന്റെ കുട്ടികൾ നിഷ്കളങ്കരാണ് അല്ലെ, അവരത് പറയുമ്പോൾ അതിൽ തുടർന്ന് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള മാക്സിമം ചാൻസസ് അല്ലെ. പിന്നെ ഉറപ്പായിട്ടും പൊടി കുഞ്ഞുങ്ങളെ ആണെങ്കിലും വീടിന്റെ മുന്നിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് നമ്മൾ അമ്മമാര് മിക്കവാറും അടുക്കളയിലൊക്കെ ജോലി ചെയ്യാറുണ്ട്. അപ്പം നമ്മളുടെ ചിലപ്പോൾ സാഹചര്യം ആയിരിക്കും, എങ്കിലും നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോയിട്ട് പറയാം. ഹലോ ഹലോ ഹലോ, ആരാണ്? ഇസാൻ. ഇസാൻ എവിടുന്നാ വിളിക്കുന്നേ? രാമൻകുളങ്ങര. ഓക്കെ. ഇപ്പോഴും നമ്മുടെ ഒരു കുട്ടി രാമൻകുളങ്ങരയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടീന്റെ ആണോ? അയ്യോ, എനിക്ക് കേൾക്കുന്നില്ല. ആണ് അനിയനാണോ? ആഹാ. പിന്നെ അപ്പം കുഞ്ഞേത് ക്ലാസ്സിലാ? സെക്കൻഡ്. അപ്പം നമ്മുടെ ഹംസിന്റെ ചേട്ടനാ? ആണല്ലേ. അപ്പൊ കാറിൽ പൊക്കൊണ്ടിരിക്കുകയാണോ? എന്നിട്ട് എന്തോ കേൾക്കാനൊക്കെ പാടുണ്ടല്ലോ. മുന്നേ ആള് വിളിച്ചപ്പോ കാറിൽ പൊക്കൊണ്ടിരിക്കുന്നോണ്ടായിരുന്നു കേൾക്കാൻ പാട്. ഇപ്പൊ എത്തിയോ? ഹലോ, ഇപ്പൊ ഇറങ്ങുന്നതിന്റെ തിരക്കിലാണോ? ഇറങ്ങിയോ? ഓക്കെ ആയോ? ഇനി ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യോ? ഹലോ, ഈസാൻ എവിടെ പോയി? ഓക്കെ, ഈസാൻ എനിക്ക് തോന്നുന്നു ആ ഒരു ഇറങ്ങുന്നതിന്റെ ഒക്കെ തിരക്കിലാണ്. ആള് വീടെത്തിയതിന്റെ ആണോ അതോ എങ്ങിട്ടാണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും കുട്ടികൾ ഇപ്പൊ പാരന്റ്സ് ആണ് നിങ്ങൾ വിളിച്ചു കൊടുക്കുന്നതെങ്കിലും അവരുടെ കയ്യിൽ മീൻസ് ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ മൊബൈൽ പിടിക്കാനൊന്നും പഠിപ്പിക്കേണ്ട, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ചിലപ്പം ഹോൾഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി ഈ ഒരു വെക്കേഷൻ കാലത്ത് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ സേഫായിട്ട് നോക്കണമെങ്കിലും വെക്കേഷൻ കാലത്താണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഫോൺ നമ്പേഴ്സ് പഠിപ്പിക്കണം. പിന്നെ നമ്മൾ വേറൊരു പ്രധാന ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ലാൻഡ് മാർക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ, അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് അതിന്റെയൊക്കെ ഒരു പേര് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പിന്നെന്താണ്, അപ്പോ എന്തായാലും 4:25 എനിക്ക് തോന്നുന്നു. ഇനി നമ്മളുടെ കുട്ടികളെല്ലാം ഇങ്ങനെ തിരക്കിലായതുകൊണ്ടൊക്കെ ആയിരിക്കും, ഇതുപോലെ യാത്രകളും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ആരെയും കാണാനില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ അടുത്ത നമ്മുടെ കഥകളുടെ കൊട്ടാരത്തിൽ എല്ലാവരും നേരത്തെ തന്നെ വിളിക്കും അല്ലെങ്കിൽ സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനില്ലേ? വിശേഷങ്ങൾ പറയാറുണ്ട്, അതുപോലെ തന്നെ പാട്ടുകളും കവിതകളും കഥകളും ഒക്കെ പറയാനും കേൾക്കാനും ഒക്കെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു ഗാനം കൂടെ കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.